कि मसाले आटे तो तू आज से आरसीएम के, अपनी बहन को कहता है कि मसाले आटे तो तू आज से आरसीएम के ही खाएगी, मैं तेरे हाथ जोड़ता हूं, तो क्या वो कोई व्यापार कर रहा है क्या? नहीं ना। आप जो ये आरसीएम के उत्पाद, जो फैक्ट्रियां आपने भिलवाड़ा में देखी होंगी, ये उत्पाद अगर आप किसी के घर में पहुंचाते हैं ना, तो आप पैसे कमाने का जरिया नहीं है, बल्कि आप उसके पूरे परिवार को हार्ट अटैक, लिवर फेलियर, किडनी फेलियर, कैंसर जैसी गंभीर बीमारियों से बचाने का काम करते हैं। यानी कि अगर आप आरसीएम के उत्पाद इस दुनिया तक पहुंचा रहे हैं तो आप दुआएं कमाने का काम करते हैं। पैसा दुनिया में हजारों जगह कमाया जा सकता है, दुआएं कमाने के लिए सिर्फ आरसीएम को ही उपयोग में लेना पड़ेगा। अपनी बहन को कहता है हाय, मेरे भी सुनीश यहाँ फोटो चिन्ह भाई ഇവിടെ വണ്ടി വരെ ഒരു പ്ലാൻ ഉണ്ടായില്ല. ആ സാറ് ഇന്നലെ പറഞ്ഞ പോലെ ഒരു 8,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ ജോലിക്ക് കയറാനുള്ള ഒരു നിൽക്കണമായിരുന്നു. ഡിഗ്രി കഴിഞ്ഞ് പടിപടിയായിട്ട് അങ്ങനെ കയറി പോകാനുള്ള ഒരു രീതിയിലായിരുന്നു നിൽക്കണ്ടായിരുന്ന. അപ്പൊ സാറിന്റെയൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലായി അത് വെച്ചിട്ട് വലുതായിട്ട് വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും പറ്റൂലെന്നാണ് പറയുന്നത് മനസ്സിലാണ്. അപ്പൊ ഈ ആർസിന്റെ പരിപാടിയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ സ്ലോ ആയിരിക്കും, പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നല്ല ടോപ്പിലോട്ട് എത്താനുള്ള രീതിക്കാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായതാണ്. അതിന്റെ ഒരു ഹോപ്പിലാണ് നിൽക്കണം. പയ്യെ എല്ലാം പഠിച്ച് ക്യാൻവാസ് ചെയ്ത് പയ്യെ മുമ്പിലോട്ട് വരാനുള്ള ഒരു വിശ്വാസത്തിലാണ് നിൽക്കണം. കോൺഫിഡന്റ്. എന്റെ പേര് ഞാനിപ്പോ ഡിഗ്രി യൂസ് ചെയ്യുന്ന കഴിഞ്ഞു. ഞാൻ നോക്കിയിട്ട് രക്ഷപ്പെടാൻ വേറെ മാർഗം കണ്ടില്ല. അത് തന്നെ കണ്ടോളൂ. പബ്ലിക് വേറെ ബിസിനസ് ഉണ്ടെങ്കിലും അതൊക്കെ ചെയ്താൽ വരുമാനമുള്ളൂ. അത് ഇപ്പൊ 40 വർഷം ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ 5 വർഷം ചെയ്ത് റിട്ടയർമെന്റ് എടുത്ത് അടിച്ചുകൊണ്ട് ജീവിക്കണം, അതാണ് ആഗ്രഹം. അപ്പൊ ആസിലോടെ ജീവിക്കും. എന്റെ പേര് നിഖിലാണ്. കൊടകരയിലാണ് വീട്. 2019 ഡിഗ്രി കഴിഞ്ഞതാണ്. ഇപ്പൊ ഫുൾ ടൈം ആർട്സിംഗ് ചെയ്യുന്നു. ഇപ്പൊ എല്ലാവർക്കും എന്നെ കണ്ടപ്പോ തോന്നിയിട്ടുണ്ടാവും എനിക്ക് കാര്യം ചെറിയൊരു പ്രശ്നമുണ്ട്. ആ ഒറ്റ കാരണം കൊണ്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നിനും കഴിയില്ല എന്ന് പറഞ്ഞ നാട്ടുകാരും വീട്ടുകാരും ഒരുപാടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരു മറുപടിയാണ് ഇപ്പോ ആർസിംഗ് മുന്നിട്ട് 7 മാസം കൊണ്ട് ഡിഗ്രിയാവാൻ സാധിച്ചത്. ആർസിംഗിലൂടെ നല്ലൊരു വരുമാനം ഉണ്ടാക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. ഇങ്ങനെ പറഞ്ഞവർക്കൊക്കെ ഒരു തിരിച്ചൊരു മറുപടി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പൊ ഫുൾ ടൈം ആർസിംഗ് ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. ജിയാസ്യം, എന്റെ പേര് എന്നാണ് വരുന്നത്. കുമ്പടി നാമക്കൽ. എല്ലാം സ്റ്റാർ പ്ലാനിന്റെ ഗീതാമഠത്തിന്റെ മകനാണ്. അപ്പൊ ആർസിമില് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് എനിക്ക് ഹൈറ്റ് ഭയങ്കര കുറവായിരുന്നു. അങ്ങനെ ആർസിമിന്റെ കിഡ്സ് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇത്ര ഹൈറ്റ് വെച്ചത്. 8ാം ക്ലാസ്സിൽ വെച്ചാണ് ഞാൻ കിഡ്സ് കഴിച്ചു തുടങ്ങി. അതിന് മുമ്പ് എനിക്ക് പ്രതിരോധശേഷി എല്ലാ മാസവും ഡോക്ടറിനെ കാണാൻ പോവുക, അതേപോലെ ഹൈറ്റ് കുറവെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ഹൈറ്റ് എവിടെ പോയാലും കളിയാക്കലും അങ്ങനെ മാറ്റി നിർത്തലൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് കിഡ്സ് കഴിച്ച് ഇപ്പൊ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് കിഡ്സ് കുറച്ച് കഴിക്കാനായിരുന്നു തോന്നുന്നത്. അപ്പോ ഞാൻ ഇപ്പൊ ഡിഗ്രി കഴിച്ചു. ഈ ആർസിം ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് ഇരിക്കണേ. കഴിഞ്ഞ തവണ ഞാൻ റെസിഡൻഷ്യൽ പ്രോഗ്രാമിൽ ഞാൻ വന്നിരുന്നു, പക്ഷെ അതിനെക്കാളും എത്രയോ പവർ മേലെയാണ് ഈ റെസിഡൻഷ്യൽ കാസ്റ്റ്. ജനവ് വണ്ടറോയ്ക്ക് ഇപ്പൊ നടത്തി വരുന്നു. അപ്പോ എനിക്ക് ആർസിലൂടെ വിജയിക്കണമെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട കാര്യം ഒരു സെയിലിൽ ഇറങ്ങാം എന്നുള്ള ഒരു കാര്യമാണ്. ഇതുവരെ ഞാൻ സെയിലിന് പോയിട്ടില്ല. പക്ഷെ ഇന്നത്തെ ക്ലാസ് കേട്ടപ്പോ ഞാൻ തീരുമാനമെടുത്തു, ഇനി തൊട്ടടുത്ത് വരുന്ന ദിവസം തന്നെ ഞാൻ സെയിലിന് പോകും. അമ്മയുടെ ഒരു അച്ചീവ്മെന്റിലാണ് ഞാൻ നിന്നിരുന്നത്. സ്റ്റാർട്ടാക്ക് എന്ന് പറയുമ്പോൾ ഞാനാണ് എനിക്കില്ലാതെ. പക്ഷെ ഇനി തൊട്ട് എന്റെ ഒരു അച്ചീവ്മെന്റ് ഞാനിവിടെ കാണിച്ചു. എന്റെ പേര് മരീശ്വരൻ, അട്ടപ്പാടി, പാലക്കാട് അട്ടപ്പാടി സ്വദേശം. ഈ ആർസിന്റെ പ്രസ്ഥാനം വന്നിട്ട് ഏകദേശം 6 മാസമായി. ഇന്ന് ഞാൻ ഈക്വിഡ് അച്ചീവറാണ്. 6 മാസമായി. ഞാനിപ്പോ ഹോസ്പിറ്റലിൽ മേഖല വർക്ക് ചെയ്യുന്നു. എനിക്ക് സെയിൽസിന് പോകേണ്ട യാതൊരു ആവശ്യവുമില്ല, അല്ലെ? എനിക്ക് ഒരു ഓഫീസിൽ നിന്ന് കമ്പ്യൂട്ടർ
അതായത് OP നമ്പർ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. എന്തുകൊണ്ട് ഞാൻ RCM തിരഞ്ഞെടുത്തു? എനിക്ക് ജീവിതത്തിൽ വിജയിക്കണം. ഞാനൊരു ദരിദ്രനായി ജനിച്ചു, നാളെ ഞാനൊരു സമ്പന്നനായി മരിക്കണം, അല്ലെ? അതുപോലെ തന്നെ ഇപ്പോ ഡെസ്റ്റിനേഷൻ പ്രോഗ്രാം ഞാനിപ്പോ ഈ ഒരു 6 മാസം കൊണ്ട് ഏകദേശം ഒരു 3 ഡെസ്റ്റിനേഷൻ പ്രോഗ്രാം ഞാൻ ജോയിൻ ചെയ്തിട്ട് ഇതുവരെ ഡെസ്റ്റിനേഷൻ പ്രോഗ്രാം ഒഴിവാക്കിയിട്ടില്ല. കാരണം അത്രത്തോളം വലിയ മുന്നോട്ടുള്ള ഊർജങ്ങളും അതുപോലെ തന്നെ അറിവുകളുമാണ് ഈ ഒരു ഡെസ്റ്റിനേഷൻ പ്രോഗ്രാമിലൂടെ നേടുന്നത്. ഓരോരുത്തരും തീർച്ചയായും വിജയിക്കാൻ പറ്റും. ഞാനിപ്പോ ഇന്ന് ഒരു ഈഗിൾ അച്ചീവർ ആണ്, പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് സെപ്റ്റംബറിലെ ഒരു സ്റ്റാർ അച്ചീവർ ആണ്. ഞാൻ എങ്ങനെ നടക്കുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, ആ കാര്യങ്ങളെല്ലാം എന്റെ ഓരോ നടത്തവും നീക്കവും എല്ലാ കാര്യങ്ങളും വീക്ഷിച്ചുകൊണ്ട് എന്നെ റോൾ മോഡലാക്കി നടക്കുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്. ഇനി ഞാൻ രാജു സാറോട് പറയുന്ന അടുത്തൊരു ഡെസ്റ്റിനേഷൻ പ്രോഗ്രാമിൽ തീർച്ചയായിട്ടും ഒരു 10 യങ്സ്റ്റേഴ്സ് ലീഡേഴ്സിനെ ഈ ഒരു പ്രോഗ്രാമിൽ ഈ ഒരു ഹാളിനെ കൊണ്ടുവന്നിരിക്കും. ഈ ഒരു മന്ത്രം വീടുകൊണ്ടേയിരിക്കുക, വിജയിക്കും തീർച്ച. താങ്ക് യു സാർ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ഹരിപ്രിയ. ഞാൻ ചെറുപ്പുത്രയിലാണ് വരുന്നത്. ഇന്നലെ ഇവിടെ വരുന്നതിന് മുന്നേ വരെ ഇനി എന്ത് ചെയ്യും എന്നൊരു ലക്ഷ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇന്നലത്തോടെ ആ ക്ലാസ് കേട്ടതോടുകൂടി ഈ RCM മുന്നോട്ട് തന്നെ കൊണ്ടുപോകും എന്നൊരു തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു. ഞങ്ങളുടെ കൂടെ എന്നും ഞാൻ ഉണ്ടായിട്ട് RCM ചെയ്യാൻ വേണ്ടി. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് കൃഷ്ണ. ഞാൻ മാപ്രാട്ടിൽ നിന്ന് വരുന്നു. സ്റ്റാർ അച്ചീവർ സരിത മാഡത്തിന്റെ മകളാണ്. അമ്മയുടെയാണ് RCMലേക്ക് കടന്നു വന്നത്. പക്ഷെ RCMന്റെ സാധ്യതയെ പറ്റി പറഞ്ഞത് മറ്റാരുമല്ല, കൊമ്പിടിഞ്ഞാമന്റെ പവർഫുൾ ലീഡർ നമ്മുടെ സജീവ് കുമാർ സാറാണ്. അദ്ദേഹം ആ സാധ്യതയെ പറഞ്ഞു തന്നപ്പോൾ ഞാൻ 1-2 ക്ലാസ്സുകള് അറ്റൻഡ് ചെയ്യാനിടയായി. അങ്ങനെ അറ്റൻഡ് ചെയ്ത ഒരു ഡിസ്കഷൻ പോലെ തന്നെയാണ് ഇന്ന് എന്നെ ഇവിടെ നിൽക്കാനായിട്ട് വീണ്ടും വരാനായിട്ട് എനിക്ക് പ്രചോദനമായത്. അതുപോലെ ഞാൻ +2 കഴിഞ്ഞ് സിവിൽ എഞ്ചിനീയറാണ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ജോലി കിട്ടി. പക്ഷെ RCMന്റെ സാധ്യത മനസ്സിലായപ്പോൾ അന്ന് ഈ ജോലി മാസം 12,000 ആയിരുന്നു സാലറി. ആ ഒരു ജോലി വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ RCMലേക്ക് കടന്നു വന്നത്.